പത്തനംതിട്ട സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുത്തശ്ശിനെ നോക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഡോക്ടർ ആവശ്യപ്പെട്ടത് പ്രകാരം ആദർശ് മുത്തശ്ശിന്റെ എല്ലാ ടെസ്റ്റുകളൊക്കെ എടുത്ത് ആ റിപ്പോർട്ട് ഡോക്ടർക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. റിപ്പോർട്ട് നോക്കിയതിന് ശേഷം മുത്തശ്ശിന്റെ മുമ്പിൽ വെച്ചിട്ട് ഡോക്ടർ പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നോക്കിയ റിപ്പോർട്ട്സിനേക്കാളൊക്കെ ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട്, അതുകൊണ്ട് എത്രയും വേഗം തന്നെ സർജറി അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറയാണ്. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാവാണ്. അമ്മേ ദേവി, ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നല്ലോ, ഒരുപാട് നന്ദിയൊക്കെ പറയാണ് കേട്ടോ. പക്ഷെ ഇത് കേട്ട മുത്തശ്ശൻ പറയുന്നത്, ഡോക്ടർ എനിക്ക് വയസ്സൊക്കെ കൂടുതലായില്ലേ, ഇനിയിപ്പോ എന്തിനാ ചികിത്സയും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഡോക്ടർ, നോ, അങ്ങനെ ഒരിക്കലും പറയരുത്, നിങ്ങളുടെ മനസ്സ് തളർന്നു പോകരുത്, നിങ്ങൾ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കണം. പിന്നെ ഈ വീട്ടിലുള്ള എല്ലാവരും നിങ്ങളിൽ ഒരുപാട് പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്, അവരുടെ എല്ലാം പ്രധാന നട്ടല് എന്ന് പറയുന്നത് നിങ്ങളാണ്, അതുകൊണ്ട് എപ്പോഴും ഹാപ്പി ആയിരിക്കണം എന്നൊക്കെയാണ് കേട്ടോ ഡോക്ടർ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ആദർശേ വരൂ എന്ന് പറയാണ്. അതിന്റെ പുറകെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ഒഴികെ ബാക്കി എല്ലാവരും ചെല്ലുന്നുണ്ട്. എന്നിട്ട് പുറത്ത് വെച്ചിട്ട് ഡോക്ടർ പറയുന്നത്, മുത്തശ്ശന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മുത്തശ്ശന്റെ മുമ്പിൽ വെച്ചിട്ട് പറയുന്നതിനോട് എനിക്കൊരു താല്പര്യമില്ല, അതുകൊണ്ടാണ് നിങ്ങളെ പുറത്ത് വെച്ചിട്ട് ഞാൻ ഒരു കാര്യം പറയാന്ന് വിചാരിച്ചത്. നിങ്ങളുടെ മുത്തശ്ശനെ ഞാൻ പരിശോധിച്ച സമയത്ത് പണ്ടത്തേക്കാളും കൂടുതൽ ഒരു മുന്നേറ്റവും കാണുന്നില്ല. ഇത് കേട്ട് നയന പറയുന്നുണ്ട്, അല്ല ഡോക്ടർ, ഉള്ളിന്ന് വേറെയാണല്ലോ പറഞ്ഞത്. അതെ, ഞാൻ വേറെ തന്നെയാണ് പറഞ്ഞത്, അവരെ വിഷമിപ്പിക്കരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ എന്തോ ഒരു റിസ്ക് എടുത്തിട്ടാണ് ഇവിടെ വന്നത്, എന്നിട്ട് അവരെ രക്ഷിക്കാം എന്നുള്ള ഒരു റിസ്ക് എടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകാം എന്ന് വിചാരിച്ചത്. എന്നാൽ ആ ഒരു ചിന്ത നിങ്ങൾക്ക് എല്ലാവർക്കും വേണമല്ലോ. എന്താ ഡോക്ടർ ഇങ്ങനെ പറയുന്നതെന്ന് ദേവയാനി ചോദിക്കുന്നുണ്ട് ഡോക്ടറെ അടുത്ത്. അതെ, ഞാൻ വിചാരിച്ചതുപോലെ ഒരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടുന്നില്ല. നിങ്ങളുടെ കുടുംബത്തില് എന്താണെന്നറിയില്ല, എന്തോ ഒരു സംഭവം മിസ്സിങ്, എന്തോ ഒരു പ്രശ്നമുണ്ട്. അതൊക്കെ വിടൂ, എന്തൊക്കെ പ്രശ്നമാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിലും അതൊരിക്കലും അവരുടെ അടുത്തേക്ക് പോവാത്ത വിധത്തിൽ വേണം നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായി ഡോക്ടർ, അത് ഞങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോളാം. എന്നാലും എന്ന് പറയുമ്പോൾ ആദർശ്, വയസ്സായ ആൾക്കാരെ പ്രത്യേക കെയർ എടുത്തിട്ട് തന്നെ നമ്മൾ കെയർ ചെയ്യണം. അവരുടെ മനസ്സിൽ 1000 വേദനകൾ ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും നമ്മളടുത്ത് പറയണമെന്നില്ല. അതെല്ലാം നമ്മൾ സ്വയം മനസ്സിലാക്കിയിട്ട് അവരുടെ മനസ്സിന്ന് സന്തോഷവാനാക്കി മാറ്റണം. നെക്സ്റ്റ് ടൈം ഞാൻ അവരെ കാണുന്ന സമയത്ത് അവര് റിക്കവർ ആവാനുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് സർജറിയെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. തുടർന്ന് ചെറിയച്ഛൻ പറയുന്നത്, ഡോക്ടർ, ഞങ്ങൾ ദൈവത്തിന്റെ സ്ഥാനത്താണ് കാണുന്നത്, ഞങ്ങളുടെ അച്ഛനെ എങ്ങനെയെങ്കിലും തിരിച്ചു തരണം എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നത്, മുന്നേറ്റമില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, പക്ഷെ അതിനർത്ഥം ഞാൻ കൈവിട്ടു എന്നല്ല. എത്രയും വേഗം തന്നെ റിക്കവർ ആവണം എന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ ഞാൻ ഇന്ത്യയിലിരിക്കുന്ന നാളുകൾ വളരെയധികം കുറവാണ്. ആ സമയത്തിനുള്ളിൽ ഈ കേസ് ഞാൻ അറ്റൻഡ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ പോകണം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇത് മനസ്സിൽ വെച്ചിട്ട് കോർപ്പറേറ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയാണ്. എല്ലാവരും നന്നായിട്ട് വരട്ടെ, ഞാൻ പോവാണെന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോവാണ് കേട്ടോ. തുടർന്ന് മുത്തശ്ശിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, ഡോക്ടർ എന്ത് സന്തോഷത്തോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് റിക്കവർ ആവോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്, അതെനിക്ക് വലിയൊരു ആശ്വാസമായി എന്ന് പറയുമ്പോൾ, അതെ, എല്ലാവരും പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ടെന്നുള്ള കാര്യം പറയണേ. നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ആ റൂമിന്റെ മുൻപ് കൂടിയാണ് ആദർശും അതുപോലെ നയനയും കൂടി ഓപ്പോസിറ്റ്സിൽ പോകുന്നത് കേട്ടോ. രണ്ടുപേരും അങ്ങനെ സ്റ്റക്കായിട്ട് ആ റൂമിന്റെ അവിടെ നിൽക്കുന്നുണ്ട്. അതേ വസുന്ധരെ, എന്തൊക്കെ സന്തോഷങ്ങളുണ്ടെന്ന് കാണിച്ചു കഴിഞ്ഞാലും മനസ്സിനുള്ളിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട്. വിഷമങ്ങൾ മനസ്സിനെ കൊല്ലു എന്നാണ് പറയുന്നത്. എന്റെ മനസ്സിൽ വിഷമങ്ങൾ ഒരുപാട് നാളായിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ, എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നതെന്ന് ചോദിക്കുകയാണേ. അങ്ങനെ എന്ത് വിഷമ നിങ്ങൾക്കുള്ളത്? എന്ത് പറയാനാണ് വസുന്ധരെ? ആദർശിന്റെ ജീവിതത്തെ കുറിച്ച് ഓർത്തിട്ടാണ് എനിക്ക് ഭയം. അവനിപ്പോ സന്തോഷത്തിലല്ലേ ഉള്ളത്, പിന്നെന്തിനാ അവനെ കുറിച്ച് ഓർത്തിട്ട് വിഷമിക്കുന്നത്? അവൻ നല്ലപോലെയാണോ അതോ അവൻ നടിക്കുകയാണോ എന്നുള്ള കാര്യം ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ എന്നാണ് മുത്തശ്ശൻ ഇതിന് മറുപടിയായിട്ട് പറയുന്നത്. ഇത് ആദർശം നയനും കൂടെ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. നിനക്ക് ഓർമ്മയുണ്ടോ വസുന്ധരെ, ആദർശ് ജനിച്ചിട്ട് ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് എന്റെ കയ്യിലേക്കാണ് ആദ്യമായിട്ട് കൊണ്ടു തന്നത്, അത് ഓർമ്മയുണ്ടോന്ന് ചോദിക്കുമ്പോൾ, അതെങ്ങനെ മറക്കാൻ വേണ്ടി കഴിയുമെന്ന് ചോദിക്കുകയാണേ. അവനിങ്ങനെ വെളുത്ത് തുടിച്ച് എന്ത് നല്ല ഭംഗിയായിരുന്നു എന്നൊക്കെ പറയുകയാണേ. അവനെ ചെറുപ്പം മുതലേ വളർത്തിയത് കൊണ്ട് അവനെ എനിക്ക് ഒരിക്കലും പേരക്കുട്ടിയായിട്ടല്ല തോന്നിയത്, ഒരു കളിക്കുട്ടിയായിട്ടാണ്. അവന്റെ ജീവിതത്തെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. നമ്മുടെ വീട്ടിലെ ഏറ്റവും ചെറിയ പയ്യനാണ് അനി. അവന്റെ കല്യാണം ആവാൻ വേണ്ടി പോകുന്നു. എന്നാൽ ആദർശിന്റെ കല്യാണം മുതൽ എന്നും പ്രശ്നങ്ങളാണ് നമ്മുടെ വീട്ടില്.
എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു സന്തോഷം എന്ന് പറയുന്നത് നടക്കാൻ പാടില്ലാത്ത രീതിയിലാണ് കല്യാണം നടന്നതെങ്കിൽ പോലും അവന് നയനമോള് ഭാര്യയായിട്ട് വന്നത് മാത്രമാണ് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം. നമ്മൾ തന്നെ ഒരു പെൺകുട്ടിയെ നോക്കിയിട്ട് അവന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തായിരുന്നെങ്കിൽ പോലും നയനമോളെ പോലെ ഒരു പെൺകുട്ടിയെ നമുക്ക് ഒരിക്കലും കണ്ടെത്താൻ വേണ്ടി കഴിയില്ലായിരുന്നു. ഇത് ദൈവത്തിന്റെ കളി എന്നല്ലാതെ വേറെ എന്താ പറയാ. നമ്മുടെ കയ്യിൽ ഒരു കാര്യം ഇരിക്കുന്ന സമയത്ത് നമ്മൾക്ക് അതിന്റെ വില മനസ്സിലാവില്ല എന്ന് പറയില്ലേ. ആദർശം അതുപോലെയാണ് നിൽക്കുന്നത്. നയനയെ മനസ്സിലാക്കാതെ തൊട്ടതിനും പിടിച്ചതൊക്കെ അവളുടെ മേലെ ദേഷ്യപ്പെടുന്നത് എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. ഇത് കേട്ടിട്ട് മുത്തശ്ശി പറയുന്നത്, നിങ്ങൾ ആവശ്യമില്ലാതെ ഓരോന്ന് ആലോചിച്ചിട്ട് സങ്കടപ്പെടാതെ, അവരിപ്പോ നല്ല രീതിയിലാണ് ഉള്ളത്. അതെങ്ങനെ പറയാൻ വേണ്ടി പറ്റും വസുന്ധരെ? അവരുടെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങളെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞു വരണം. അത് ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. അത് വെച്ച് തന്നെ നമുക്ക് മനസ്സിലാവും നയനമോളെ അവൻ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള കാര്യം. അവൻ നയനമോളെ എങ്ങനെയാണ് അന്ന് മുതൽ ഇന്ന് വരെ നോക്കുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ അവരുടെ ജീവിതത്തിൽ സന്തോഷമായിട്ടുള്ള ജീവിതം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് നല്ല വിഷമമുണ്ട്. നിങ്ങൾ വെറുതെ എന്ന് പറഞ്ഞിട്ട് ഭാനുമതി തുടങ്ങുമ്പോഴേക്കും വസുന്ധരെ മതി നിർത്ത്. അവർ രണ്ടുപേരും എന്നാണ് സന്തോഷമായിട്ട് വാഴുന്നതെന്ന് എനിക്ക് തോന്നുന്നു ആ നിമിഷം ഞാൻ സന്തോഷവാനായിരിക്കും. ഇത് കേട്ടുകൊണ്ട് ആദർശ് അവിടുന്ന് പോവാണ് കേട്ടോ. ആദർശ് പോയ ശേഷം അങ്ങോട്ടേക്ക് ദേവയാനി വരികയാണ് കേട്ടോ. ആദർശിനെ കാണുന്നില്ല. നമ്മുടെ നയൻ അവിടെ നിൽക്കുന്നതാണ് കാണുന്നത്. ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നത്, ആദർശിന്റെ ജീവിതം നല്ലതാവണമെന്നുണ്ടെങ്കിൽ അവൻ എങ്ങനെ നയനമോളെ നോക്കണം എന്നുള്ള കാര്യം അറിയോ? സന്തോഷമായിട്ട് വെക്കണം അവളെ. അങ്ങനെ നടന്നാൽ മാത്രമേ എൻ്റെ മനസ്സിന് സമാധാനം കിട്ടുള്ളൂ. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാൻ ആദർശമോനെ വിളിച്ചിട്ട് സംസാരിക്കാം എന്ന് വസുന്ധര പറയാണ്. അവൾ നയനമോളെ മനസ്സിലാക്കുകയും അവളെ സന്തോഷത്തോടു കൂടി വെക്കുകയും ചെയ്യും. നിങ്ങൾ വെറുതെ ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ കിടന്നുറങ്ങാൻ നോക്ക്. ഇപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ഭേദപ്പെട്ടു എന്നുള്ള കാര്യത്തെക്കുറിച്ച്. എന്നിട്ട് നിങ്ങളിപ്പോൾ ഓരോന്ന് ആലോചിച്ചിട്ട് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളുണ്ടാകും. വെറുതെ ഓരോന്നും ചിന്തിക്കാതെ കിടന്നുറങ്ങാൻ നോക്ക്. ശരി വരട്ടണ്ട, ഞാൻ കിടന്നുറങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ കിടക്കുകയാണ്. തുടർന്ന് ദേവയാനി നയനയെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. നയന അവിടുന്ന് പോവുകയാണേ. അതിന്റെ പുറകെ തന്നെ ദേവയാനി ചെന്നിട്ട് നയന എന്ന് പറഞ്ഞിട്ട് വിളിച്ചു നിർത്തുകയാണ്. എന്താ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി നിന്നെ പുകഴ്ത്തി പറയുന്നത് കേട്ട് ഒളിഞ്ഞു നിന്ന് കേൾക്കുമായിരുന്നു അല്ലേ? അങ്ങനെയൊന്നുമില്ല അമ്മയെന്ന് പറയുന്ന സമയത്ത് അച്ഛൻ സുഖമില്ലാതെ കിടക്കുന്നത് നിന്നെ വെച്ച് നോക്കുന്ന സമയത്ത് വലിയ നല്ല കാര്യമായിരിക്കും അല്ലേ? അതാണ് നിന്നെ ഇവിടുന്ന് പുറത്താക്കാതെ ഓരോരോ തവണയും നിന്നെ രക്ഷിക്കുന്നത്. ഞാൻ പലതവണ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ ആദർശിന് ഒരിക്കലും ചേർച്ചയില്ലാത്തൊരു പെണ്ണാണെന്ന്. അച്ഛൻ അങ്ങനെ പറയുന്നത് കേട്ടിട്ട് ഉടനെ തന്നെ ആദർശിന്റെ മനസ്സ് മാറിയിട്ട് നിന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കുന്ന നീ ഒരിക്കലും കരുതരുത്. അങ്ങനത്തെ ആശയം ഒന്നും മനസ്സിൽ വളർത്തിയിട്ട് കോട്ട കെട്ടണ്ട. നീ വിചാരിക്കുന്ന കാര്യം ഒരിക്കലും നടക്കില്ല. ആദർശ് മുത്തശ്ശിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യും. അതിന്റെ ഉദാഹരണമാണ് നീ ഇത്രയും തെറ്റ് ചെയ്തിട്ട് നീ ഇവിടെ ഇപ്പൊ നിൽക്കുന്നത് എന്ന് കരുതിയിട്ട് മുത്തശ്ശൻ പറയുന്നത് കേട്ടിട്ട് നിന്റെ കൂടെ സന്തോഷമായിട്ട് അവൻ ജീവിക്കുന്ന നീ മനസ്സിൽ പോലും വിചാരിക്കണ്ട. അതൊരിക്കലും നടക്കില്ല. നീ പറഞ്ഞ കള്ളത്തരത്തിനും നീ ചെയ്ത ദ്രോഹത്തിനും ആദർശ് തന്നെ നിന്നെ കഴുത്തിന് പിടിച്ച് പുറത്തു തള്ളും. അതിനും കൂടി നീ തയ്യാറായിട്ട് നിന്നോ. അവന്റെ ജീവിതത്തിൽ നിനക്കൊരിക്കലും ഇടമില്ല. അതും കൂടി മനസ്സിൽ വെച്ചിട്ട് നടന്നോ എന്ന് പറഞ്ഞിട്ട് ദേവയാനി അവിടുന്ന് പോവുകയാണേ. ഇത് കേൾക്കുമ്പോൾ നയനയ്ക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട് കേട്ടോ. തുടർന്ന് പുറത്ത് വന്ന് നയന സങ്കടപ്പെട്ട് നിൽക്കുന്ന കാണുമ്പോൾ അങ്ങോട്ടേക്ക് ജാനകി വരുന്നുണ്ട് കേട്ടോ. എന്ത് പറ്റി മോളെ, നീ എന്താ സങ്കടപ്പെടുന്നത്? ഏട്ടത്തി എന്തെങ്കിലും പറഞ്ഞൊന്ന് ചോദിക്കുന്ന സമയത്ത് അമ്മ പറയുന്നതൊന്നും പുതുമയായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. അതല്ല എൻ്റെ മനസ്സിൽ കൂടെ പോകുന്നത് ഡോക്ടർ വന്ന് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പോഴേക്കും ആദർശ് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇറങ്ങുന്നുണ്ട്. ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ അവിടെ നിൽക്കുകയാണേ. അത് തന്നെയാണ് മോളെ ഇവിടെ എല്ലാവരുടെയും അവസ്ഥ. ഡോക്ടർ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം പറയുമെന്ന് ആരും മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ലല്ലോ. എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അല്ല ചെറിയമ്മേ, ഇപ്പൊ നടന്ന എല്ലാ പ്രശ്നങ്ങളും ഞാൻ കാരണമാണെന്നല്ലോ എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിൽ വരുന്നു. എന്താ നയനമോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ ചെറിയമ്മേ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മനസ്സൊരിക്കലും സമാധാനമാവില്ല. മുത്തശ്ശിന് ഇത്രയും മോശമായിട്ട് അസുഖം ബാധിക്കാനുള്ള കാരണം അവര് ചിന്തിച്ചിട്ട് മനസ്സ് വിഷമിപ്പിച്ചത് കൊണ്ടാണ്. ഞാൻ ഇങ്ങനൊരു കള്ളം പറഞ്ഞിട്ട് ആരെയും പറ്റിക്കാണ്ടിരുന്നായിരുന്നു എങ്കിൽ ഒരുപക്ഷെ മുത്തശ്ശൻ ഇപ്പോഴും നല്ല ആരോഗ്യവാനായിട്ട് തന്നെ ഇരുന്നേനെ. കുറച്ചു നാൾ മുമ്പ് വരെ മുത്തശ്ശൻ എൻ്റെ അടുത്ത് നല്ല രീതിയിലായിരുന്നു സംസാരിച്ചത്. ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഞാൻ തന്നെ അതെല്ലാം കെടുത്തി കളഞ്ഞു. ഒരു ഭാഗത്ത് എൻ്റെ ചേച്ചി, മറുഭാഗത്ത് ഈ കുടുംബം. ഞാൻ എന്ത് ചെയ്യും ചെറിയമ്മേ?
ഞാൻ സത്യം പറയാൻ വേണ്ടി നിന്നായിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്റെ ചേച്ചി ഏടാകൂടമായിട്ട് എന്തെങ്കിലും ചെയ്തേനെ. അവര് ഇല്ലാണ്ട് പോവോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്കൊരു ഭയം വന്നു. അതുകൊണ്ടാണ് ചെറിയമ്മ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് നീ നിന്റെ മനസ്സ് വേദനിപ്പിക്കരുത് നയനമോളെ. നവ്യയെ കുറിച്ചിട്ട് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. ആർക്കും വിഷമം നവ്യ അങ്ങനെ ചെയ്തത് കൊണ്ടല്ല, നീ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ഓർത്തിട്ടാണ്. എപ്പോഴും ന്യായത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരാള് ഇങ്ങനൊരു കാര്യം ചെയ്തല്ലോ എന്നുള്ള കാര്യം ഓർത്തിട്ടുള്ള സങ്കടം മാത്രമേ ഉള്ളൂ. അല്ലാതെ ആർക്കും നിന്നോട് ദേഷ്യമൊന്നുമില്ല. ഇങ്ങോട്ട് നോക്ക് നയനമോളെ, നീ വിചാരിക്കുന്നത് നിന്റെ കാരണമാണ് മുത്തശ്ശൻ ഇത്രയും വിഷമിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചല്ലേ. പക്ഷെ നിനക്കറിയോ ഞാൻ എന്താ വിചാരിക്കുന്നു എന്നുള്ള കാര്യം? നീ ഇപ്പോഴും ഈ വീട്ടിൽ ഉള്ളത് കൊണ്ടാണ് മുത്തശ്ശൻ ഇപ്പോഴും നല്ലപോലെ ഇരിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒന്നിനെ കുറിച്ച് ആലോചിച്ചിട്ട് നയനമോളെ നീ സങ്കടപ്പെടരുത്. ഉടനെ തന്നെ എല്ലാം ശരിയാകും. എല്ലാം കാലം മായ്ക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചും കൂടി പറയാണ്. തുടർന്ന് നയന പറയുന്നത്, ചെറിയമ്മ ഞാനൊരു കാര്യം പറയാം, അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മുത്തശ്ശൻ നല്ലപോലെ ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്താ നയനമോളെന്ന് ചോദിക്കുമ്പോൾ, ഈ വീട്ടിൽ എന്തോരം ആൾക്കാരുണ്ട്. ഇവിടെയുള്ള ആൾക്കാർക്ക് പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാനുള്ള സമയമില്ല. ഇവിടെ എല്ലാവരുടെയും ഭക്ഷണം കഴിക്കാൻ പോലും എല്ലാവരും ഫോണിൽ വിളിക്കേണ്ട അവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് തിരക്കുകൊണ്ട് എല്ലാവരും ഓടിപ്പോവുകയാണ്. ഓരോരുത്തർക്കും സമയം കിട്ടുന്ന സമയത്ത് മുത്തശ്ശനോട് സ്നേഹമുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് പോകും. അങ്ങനെ വാഗൊണ്ട് പറയുന്നത് എങ്ങനെ ശരിയാകും? ശരിയായ സ്നേഹം നമ്മൾ ചെയ്തല്ലേ അല്ലേ കാണിക്കേണ്ടത്? ബിസിനസ് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഡെയിലി ഒരു അരമണിക്കൂർ എല്ലാവരും കൂടി ഒത്തുചേർന്നിട്ട് മുത്തശ്ശൻ്റെ കൂടെ സംസാരിച്ചാൽ തന്നെ മുത്തശ്ശൻ പകുതി ഭേദമാകും. മനസ്സിലായി നയനമോളെ, നിനക്ക് മുത്തശ്ശനോടുള്ള ആത്മാർത്ഥത എന്തോരം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. മുത്തശ്ശന് ഇപ്പൊ ആവശ്യമായിട്ട് വേണ്ടത് മരുന്നോ മന്ത്രമോ ഒന്നുമല്ല, നീ വിചാരിക്കുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലായി. ചെറിയമ്മേ, ഈ കാര്യത്തില് മുഴുവൻ മനസ്സോട് കൂടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഈ വീട്ടിലേക്ക് വന്ന നാൾ മുതൽ എന്നെ ഒരു മനുഷ്യനായിട്ട് കണ്ടിട്ട് സ്നേഹത്തോട് കൂടിയിട്ട് മുന്നോട്ട് നയിക്കുന്നത് മുത്തശ്ശൻ ഒരാൾ മാത്രമാണ്. എന്നെ മനസ്സിലാക്കിയിട്ട് മുത്തശ്ശൻ എനിക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുത്തശ്ശന് വേണ്ടിയിട്ട് ഞാൻ ഇതെല്ലാം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വീട്ടിലെ എല്ലാവരോടും ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ചെവിക്കൊള്ളില്ല. എനിക്ക് വേണ്ടിയിട്ട് ചെറിയമ്മ നിങ്ങളെ എല്ലാവരോടും സംസാരിക്കണം. ഇത്രയും ചെറിയ പ്രായത്തില് എന്തോരം പക്വതയോട് കൂടിയിട്ടാണ് മോളെ നയനെ നീ സംസാരിക്കുന്നത്. നിന്റെ നല്ല മനസ്സിന് നീ നനയ്ക്കുന്നത് നടക്കും. മുത്തശ്ശനും സുഖപ്പെടും. മനസ്സിലായോ? ഇതെല്ലാം ആദർശ് കേൾക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ല കാര്യമാണെന്ന് ആദർശ് ഇങ്ങനെ തലയോണ്ട് ഇങ്ങനെ രീതിയിൽ ഇങ്ങനെ ആക്കിയിട്ട് പോവാണ് കേട്ടോ ചെയ്യുന്നത്. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനം.